മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല എങ്കിൽ ഒരു സമരമുറയാണ്. അതിലേ പോകുന്നവരെല്ലാം ഒരു ശകലം പൂവ് മാഞ്ചു പോവുക. ഇതുപോലെ ആ പുറത്തെ മതിലിൽ നിന്ന് അകത്തോട്ട് നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആദരവ് അതുപോലെ നിർത്തില്ല, ആദരവ് നിർവഹിക്കണം. അതൊരു സമരമുറയാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ പദയാത്ര നടത്തിയ മന്നത്താചാര്യൻ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടിയിട്ടാണ്. ക്ഷേത്രപ്രവേശനത്തിൽ ഇത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി പദയാത്ര നടത്തിയ മഹാനായ നേതാവാണ് മന്നത്താചാര്യൻ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരം കൊടുക്കണമെന്ന് അവകാശപ്പെട്ടാണ്. യഥാർത്ഥ വിപ്ലവകാരിയാണ്. ഇപ്പൊ വൈക്കത്തൊന്ന് പോയി നോക്കുമ്പോൾ വൈക്കത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വൈക്കത്തൊന്ന് പോയി നോക്കണം, ഞാൻ വെറുതെ പറഞ്ഞല്ല. വൈക്കത്ത് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കുള്ള സ്മാരകമുണ്ട്. മനോഹരമായ രാജകീയമായ കിടപ്പുണ്ട്. അവിടെ ഭയങ്കര ആളുകൾ വരുന്നു, സന്ദർശകർ വരുന്നു, തൊഴുന്നു, പോകുന്നു, അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നു. എല്ലാം ഇപ്പുറത്ത് മന്നത്തിന്റെ സ്മാരകമുണ്ട്. പൂട്ടിയിട്ടേക്കുക, 3 പൂട്ടിട്ട് പൂട്ടിയേക്കുക. ഒരു വാച്ചർ പോലും ഇല്ല, അറിയാം, ഒരു വാച്ചർ പോലും ഇല്ല. ഞാൻ തടവിലാന്ന് പറഞ്ഞ് വെറുതെ ആന്ന് തമാശയ്ക്ക് പറഞ്ഞാന്ന് വിചാരിക്കരുത്. വൈക്കത്ത് പോയി നോക്കണം. കഴിഞ്ഞ ദിവസം ഒരു കലയോഗത്തിൽ നിന്ന് കുറെ ആളുകൾ അവിടെ വൈക്കത്ത് പോയി ഒരു ടൂറ് പോയതാ. നോക്കിയപ്പോൾ ഇപ്പുറത്ത് പെരിയാറുടെ സ്മാരകം, പെരിയാർ സ്മാരകം ദേവാലയം പോലെ സൂക്ഷിക്കുന്നു. അവിടെ എല്ലാവരും കയറുന്നു, പോകുന്നു, കാണുന്നു, അദ്ദേഹത്തിനെ വന്ദിക്കുന്നു, പോകുന്നു. പുറത്ത് മന്നത്ത് പത്മനാഭന്റെ സ്മാരകം കൊണ്ട് അവിടെ പൂട്ടിയിട്ടേക്കുക. 3 പൂട്ടിട്ട് വാച്ചർ പോലും ഇല്ല. അതിന്റെ താക്കോലും ചങ്ങനാശ്ശേരി ഇരിക്കുക. വരണം, തുറന്നു കൊടുക്കാൻ. ആർക്ക്? പ്രധാനമന്ത്രി എന്നാ തുറന്നു കൊടുക്കൂല, പ്രസിഡന്റ് ഒന്നാ പറഞ്ഞു കൊടുക്കൂല. ഞാൻ ചില ശിവഗിരിയിൽ പ്രസിഡന്റ് വരുന്നില്ലേ, ശിവഗിരിയിൽ പിന്നെ പ്രധാനമന്ത്രി വന്നില്ലേ. അവിടെയൊക്കെ ഈ പട്ടി കയറും എന്ന് പറയുന്നത് അവിടെ അങ്ങ് പട്ടി കയറിയില്ല, അവിടെ അങ്ങ് കയറിയില്ലല്ലോ. ശിവഗിരി ആശ്രമത്തിലെ പുണ്യഭൂമിയിൽ ഗുരുദേവന്റെ സ്മാരകത്തിൽ സമാധി മന്ദിരത്തിൽ ഒരു നായും കയറിയില്ല. പ്രസിഡന്റ് വന്നു, പ്രധാനമന്ത്രി വന്നു. ഇടുങ്ങിയ ചിന്താഗതിയാണ് കുഴപ്പം. നമ്മുടെ ആചാര്യനെ അനുസ്മരിക്കാൻ, നമ്മുടെ ആചാര്യനെ പ്രകീർത്തിക്കാൻ ആരെയാ കൊണ്ടുവരുന്നേ? 50% പോലും മാർഗില്ലാതെ ജോലി കയറാൻ മടിച്ച, സ്വന്തം മകളെ കള്ളമാർഗ് ഇട്ടുകൊടുത്ത് കയറ്റാൻ സഹായിച്ച ഒരാളെ റിട്ടയർഡ് വൈസ് ചാൻസലറാണ് പറഞ്ഞ് മന്ന സമാധി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക, മന്ന ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക. ഒന്ന് ആലോചിക്കണം, എത്രത്തോളം നമ്മൾ അധപ്പതിക്കുന്ന ആലോചിക്കണം. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട, ആചാര്യനെ പറ്റി സംസാരിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളണ്ടേ? അവിടെയല്ലേ ഇതിന്റെ വലിപ്പം. ഇത്തരം ഒളിച്ചോട്ടങ്ങൾ എങ്ങോട്ടാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് മന്നത്ത് ആചാര്യനെ മോചിപ്പിക്കുക എന്നുള്ള സമരം. ഈ ഒരു പുസ്തകം വളരെ മനോഹരമാണ്. ഈ പുസ്തകത്തിൽ തുടർച്ചയായിട്ട് പുസ്തകങ്ങൾ വരും. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ അറിയുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഓർമ്മകളിൽ നിന്ന് ചകഞ്ഞെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രേഖകൾ ഉണ്ട് ഇതിന്റെ പുറകിൽ. ആ സത്യസന്ധമായ ഒരു പുസ്തകമാണ്. അല്ലാതെ ഒരു പുസ്തകം ഞാൻ വായിച്ചു വളരെ ലളിതമാണ്, വളരെ കുറച്ച് സംഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അതൊരു തെളിവുകളോടെ നിരത്തിയിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ജുഡീഷ്യറിയെ പോലും സംശയത്തിന് നിലനിർത്തുന്ന ഈ ഒരു പരിപാടി 87 തവണ 89 തവണ ഒരു കേസ് മാറ്റിവെക്കുക ഒരു കോടതി ക്ഷയമല്ലേ? വൈകി എത്തുന്ന നീതി ലഭിക്കാത്ത നീതിക്ക് തുല്യമാണ്. ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താൻ ഒരു നീതിപാലകന്, ഒരു നീതിപീഠത്തിന് കഴിയാത്തതല്ല. അവധി വെച്ച് പോയിട്ട് NSS ജയിച്ചിരിക്കുകയാണ് കേസിൽ. നമ്മൾ NSSന് ആരും എതിരല്ല, ആരും NSS വിട്ടു പോകരുത്. ഒരു കരയോഗാംഗവും NSSൽ നിന്ന് രാജിവെക്കരുത്, ഒരു കരയോഗാംഗവും NSS പുറത്തു പോകരുത്. ജനാധിപത്യ രീതിയിൽ പോരാടിക്കൊണ്ട് ഈ ക്രമക്കേടുകൾക്കെതിരെ ഈ ഇത്തിൽ കണ്ണി പറിച്ചു കളയാൻ ജനാധിപത്യത്തിന്റെ പേരിൽ പോരാടണം. കമ്പനി ആക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തർക്കങ്ങൾ കോടതിയിൽ നടക്കട്ടെ. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകണം. നിയമത്തിന് വേണ്ടി പോരാട്ടം ആരും കുറയ്ക്കാൻ പാടില്ല. TK നായർ സാറിനോട് പറയാം, സമരം ഇവിടെ നിങ്ങളെപ്പറ്റി ആരോപണം എന്താണ്? കലഞ്ഞൂറും മധുവും TK നായർ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് കുറെ ആളുകൾ NSനെതിരെ കേസ് കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, NSനെതിരെ ആദ്യം കേസ് കൊടുത്തത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ മകളാണ്, ഇവരെക്കാളൊക്കെ മുമ്പേ എന്ന് നിങ്ങൾ ഈ പുസ്തകം വായിക്കും മനസ്സിലാവും. തനിക്ക് യോഗ്യതയില്ലാത്ത ജോലിയിൽ കയറി എന്ന പേരിൽ കോടതിയിൽ കേസ് കൊടുത്ത NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ആദ്യം കേസ് കൊടുത്തതിൽ സീനിയോറിറ്റി TK നായർക്കല്ല, പകരം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ മകൾക്കാണ്. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുസ്തകം ഒന്ന് മറിച്ച് നോക്കൂ, നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ഇതെല്ലാം മര്യാദകളും കാണിച്ചിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പം ഇവിടെ ഒന്ന് പ്രസ് ക്ലബിലോ തിരുവനന്തപുരം പ്രസ് ക്ലബിലോ ആരാ വളം ഉണ്ടാക്കാൻ പറ്റുന്നേ എന്ന് കാണണമല്ലോ. എനിക്ക് സോഹാക്ക് അറിയാവുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് പ്രസ് ക്ലബിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇതൊക്കെ മര്യാദകൾ. ഇത്തരം ഇത്തിൽ കണ്ണികൾ പറിച്ചെറിയണം. മന്നത്ത് ആചാര്യന്റെ നമുക്ക് ഒറ്റ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഒറ്റ ഡിമാൻഡേ വയ്ക്കാവൂ. എല്ലാ ലോകത്തുള്ള മുഴുവൻ നായർ വിഭാഗത്തിൽപ്പെട്ടവർ, അമേരിക്കയിൽ ഇരിക്കുന്ന നായരാണെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൽ മന്നത്ത് ആചാര്യന്റെ സമാധി സ്ഥലത്ത് വന്ന് പുഷ്പാർച്ചന നടത്തി പോകാൻ കഴിയണം എന്നുള്ളതാണ്. ആദരവാണ്. എത്രയോ ആളുകൾ, ഞാൻ ശിവഗിരിയിൽ
ഗുരുവിൻ്റെ സമാധി മന്ദിരത്തിൽ എത്രയോ ആളുകൾ രാവിലെ വരുന്നു. അവർ വന്ന ഒരു ബന്ധമില്ലാത്ത പാവപ്പെട്ടവർ പോലും വന്ന് ഗുരുവിനെ ആരാധിച്ചിട്ട് പോകുന്നു. നല്ലതല്ലേ? ആദരിക്കുകയല്ലേ? അല്ല അവഹേളിക്കാൻ വരുന്നവരാണോ? അല്ല, ആരാധിക്കാൻ വരുന്നവരാണ്, ആദരിക്കാൻ വരുന്നവരാണ്, ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വരുന്നവരാണ് എന്ന് പറഞ്ഞതുപോലെ ആരെയൊക്കെ മറച്ചു. മന്നത്താചാര്യൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചട്ടമ്പി സ്വാമിയെ അദ്ദേഹത്തിന് ഗുരുവായി സ്വീകരിച്ചു, നായർ സമുദായത്തിന്റെ ഗുരുവായി. ആ ചട്ടമ്പി സ്വാമി തിരുവടികളെ അവഗണിക്കുന്ന ഒരാളാണ് NS അതിന്റെ തലപ്പത്തിരിക്കുന്നത്. ആരാണ് ചട്ടമ്പി സാ? ചട്ടമ്പി സാഹിബ് തിരുവനന്തപുരത്തുള്ള ഏതോ ചട്ടമ്പിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഊച്ചാളി പീസുകാർക്ക് അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. അടുത്ത് മടി വെച്ചേക്കുന്നുണ്ട്. ഈയിടെ തിരുവനന്തപുരത്തെ യൂണിയൻ പ്രസിഡന്റായ സംഗീത് കുമാറിനെതിരെ ചട്ടമ്പി സ്വാമിയുടെ ജന്മഗ്രഹം ഏറ്റെടുക്കാൻ പോയതിന് 68 കേസിൽ പ്രതിയാക്കിയ ഒരു IPS കാരിയെ പിടിച്ച് മടി വെച്ച് പറയുക, എന്റെ TP ശ്രീനിവാസൻ അത്ര പോരാ, പകരം ഇവർ IAS അക്കാഡമി നടത്തും. IAS അക്കാഡമി ഇങ്ങോട്ട് പോയി നമ്മൾ മുന്നോട്ടല്ല പോകുന്നത്. ഒരു IAS അക്കാഡമി തുടങ്ങി, അത് അടച്ചുപൂട്ടി. കാരണം വീട്ടിലാരും IASന് ഫ്രീ ആയിട്ട് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ്. ചായക്കട തുടങ്ങാം, നമുക്ക് പത്മ കഫേ തുടങ്ങാം. മന്നത്ത് പപ്പനാവന് നാണക്കേടില്ലയോ? നായന്മാരെ ചായക്കട നടത്തിയിരുന്നെന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ നടന്നിടത്തോട്ട് കൈപിടിച്ച് ഉയർത്തിയ മന്നത്ത് പപ്പനാവന്റെ പേര് ചായക്കട തുടങ്ങാന്ന് പറഞ്ഞാൽ മന്നത്ത് പപ്പനാവന് നാണക്കേടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം നായർ ഉയരണം, വളരണം, വലിയ നിലയിലെത്തണം. ഓമന കുഞ്ഞമ്മയ്ക്ക് വലിയ വിജയം ലഭിച്ചു. പരീക്ഷയിൽ MSc റാങ്ക് കിട്ടി. വനിത ആദ്യമായിട്ട് ഓമന കുഞ്ഞമ്മയെ വിളിച്ചു വരുത്തി ആദരിച്ച ആളാണ് മന്നത്തെ പത്മനാഭൻ. ഒന്ന് ആലോചിക്കണം. വേണമെങ്കിൽ ഓമന കുഞ്ഞമ്മയെ കണ്ടില്ലെന്ന് വെച്ചാൽ പോലെ. അതൊരു നായര. തിക്കുറിശി സുകുമാരൻ നായരുടെ സഹോദരിയായിരുന്ന തിരുവനന്തപുരം കളക്ടറായിരുന്ന ശ്രീമതി IAS കാരിയായിരുന്ന ശ്രീമതി ഓമന കുഞ്ഞമ്മയ്ക്ക് ആദ്യമായി MScക്ക് റാങ്ക് കിട്ടുമ്പോൾ അവരെ ആദരിക്കാൻ ആദ്യമെത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഇവിടെ സോമനാഥ് നായരല്ലയോ ISROയുടെ ചെയർമാനായി. കണ്ട ഭാവം നടിച്ചു. വൈക്കം കരയോഗം അദ്ദേഹത്തിനെ അനുമോദിച്ചു എന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വൈക്കം കരയോഗം ആദ്യം കയറി സോമനാഥനെ അംഗീകരിച്ചു. അതുകൊണ്ട് അയാൾ ഇവിടെ കയറ്റത്തില്ല. ചേർത്തല താലൂക്ക് യൂണിയനിലെ സജീവ പ്രവർത്തനായ ഒരു കരയോഗം പ്രസിഡന്റിന്റെ മകനായിരുന്നു സോമനാഥ്. കരയോഗം പ്രസിഡന്റ് മോനാ. പക്ഷേ വൈക്കം താലൂക്ക് യൂണിയൻ സോമനാഥനെ അനുമോദിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. സോമനാഥനെ ഇവിടെ കയറ്റതില്ല. ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ ആരാ? പത്തനാപുരത്തുകാരനാ, ഒരു നായരാ, കരയോഗത്തിൽ അങ്ങാ. കണ്ടതായിട്ട് നടിച്ചു. മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് പോയി. മോഹൻലാലിനെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. സ്വാഭാവികമല്ലേ? മോഹൻലാലിനെ പോലെ വലിയ ആക്ടർ വരുമ്പോൾ എല്ലാ സമുദായക്കാരും ചെറുപ്പക്കാരും. അപ്പം ഈ മോഹൻലാൽ വരുന്നറിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ മന്നത്തിന്റെ ജയന്തിക്ക് പോകാത്ത പിള്ളേരും കൂടെ കയറി വണ്ടിക്കകത്ത്. അമ്മ ഞാനും വരുന്നു, മോഹൻലാലിനെ കാണണം. തെറ്റു പറയാൻ പറ്റൂ? കുഞ്ഞുങ്ങളല്ലേ, വരണ്ടാന്ന് പറയാൻ പറ്റൂ? കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും ഇളക്കമായി. മോഹൻലാലിനെ പോലെ ഒരു 10-20 വയസ്സുള്ളപ്പോൾ അങ്ങ് അഭിനയം തുടങ്ങിയാൽ പോരായിരുന്നു. എന്തിനാ അവിടെ ഇരുന്ന് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നേ? എന്നാൽ പിന്നെ മോഹൻലാലിനെ പോലെ ആളുകൾ കാണാൻ വേണ്ടി തിക്കി തിരക്കിയൊക്കെ വന്നേനല്ലോ. ഈയിടെ തടവി കിടന്നിരുന്ന പണിക്കർ സാറിന്റെ ഒരു ബന്ധുവാണ് ഈ നന്ദ ഗോവിന്ദോ, ഭജനമുണ്ടല്ലോ, നന്ദഗോവിന്ദ ഭജന നടത്ത പയ്യൻ. അതറിയാതെ വിളിച്ചോണ്ട് വന്നു. രാവിലെ 9:30 ഭജന വെച്ചു. അപ്പോൾ പറഞ്ഞ് കൂടെ പാടാൻ സമ്മതിക്കത്തില്ല ഇവിടെ. അല്ല, അവരെ ഭജന രീതി തന്നെയാണ്. എല്ലാവരും പാടുന്നു, ഓഡിയൻസ് കൂടെ പാടുന്നു. ഇതാണ് അവരുടെ രീതി. അതിവിടെ പറ്റില്ല. പണിക്കരുടെ ബന്ധു, ആരാണ് പണിക്കരുടെ ബന്ധു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവിടെ കയറ്റൂലായിരുന്നു. പിന്നെ അറിഞ്ഞ്. പക്ഷേ എന്തോ 9:30 പാട്ട് തുടങ്ങി, 10:30 പാട്ട് നിർത്തിച്ച്. പാട്ട് കളിച്ചിട്ട് പന്തലി നോക്കുമ്പോൾ ആരും പന്തലില്ല. പാട്ട് കേൾക്കാനായിരുന്നു ആൾക്കാർ വന്നേ. അവരെല്ലാം ഊണ് കഴിക്കാൻ പോയി, അതുവഴി വീട്ടിലോട്ടും പോയി. കാരണം മന്നം ജയന്തിക്ക് പ്രസംഗിക്കാൻ വന്നവർ പറഞ്ഞ എന്തോന്നാ, പറഞ്ഞവർക്കും മനസ്സിലായില്ല, പാടിയവർക്കും മനസ്സിലായില്ല. അവരവരെ കാര്യം പറഞ്ഞിട്ട് പോയി. ഞാൻ മഹാകവിയാണ്, ഞാൻ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അവർ പാടുന്നു. ഈ വക ഗോഷ്ഠികളാണ് നമ്മൾ കാണുന്നത്. ഒരു ആചാര്യന്റെ മറവിൽ, ആചാര്യന്റെ തണലിൽ നിന്നുകൊണ്ട് എല്ലാ ആചാര്യന്റെ കറവിലാണ്. ഞാൻ ആലോചിച്ചു, എൻ്റെ അച്ഛൻ മരിക്കാനും പറഞ്ഞായിരുന്നു ഈ ആചാര്യനും പുള്ളിയായിട്ട് കണ്ടുപോലും കാണത്തില്ല. ചീത്ത വല്ലതും വിളിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ മുമ്പിലോട്ട് പോയിട്ടില്ലടാന്ന് പറഞ്ഞു. അതാണ്ട് പറഞ്ഞത് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാറ് ഇരിക്കുന്ന സമയത്ത് വാതിൽ, സ്പ്രിങ് വെച്ച വാതിലുണ്ട്, പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ച സ്പ്രിങ് വെച്ച പഴയ വാതിൽ. ഇപ്പം അങ്ങനത്തെ വാതിലില്ല. ഇപ്പം അങ്ങനല്ല. ഇപ്പം ഞാനൊരു നടൻ കൂടി ആയതുകൊണ്ട് അത് കാണിച്ചു തരാൻ പോകുന്നത് ശരിയല്ല. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇപ്പം ഇവിടെ ഒരാൾ വന്നത്, ഇപ്പം നമ്മൾ പൂച്ച കയറി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ? ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്നത് കേട്ടോ. ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പം നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു പോയി. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. പോയി കണ്ട പിന്നെ തലയുറി, പേനിന്റെ അസുഖം. പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പം ഇരിക്കരുത് അയാള്. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോന ഇരിക്കും, ഞാനിരിക്കും.
അപ്പം പിന്നെ അവിടെ ഇവിടേക്ക് നോക്കും, മുഖത്ത് നോക്കും, പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്തെ നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുകയാണ്. ഉദാഹരണമാണേ, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ വരും, സൂപ്പറുണ്ട് പോയോ, ഏഴ് മണിയായി, ഇനി ഏത് താലൂക്ക് യൂണിയനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യയ്ക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി 8 മണി 12 മണിക്കൊക്കെയാണ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയൂ, ചായ കൊടുക്കാൻ പറയും, പിന്നെ കുറച്ചു നേരം കഴിയാൻ പറയും ചായ കൊടു. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുള്ളൂ. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നതല്ല. മന്നത്ത് ആചാര്യൻ്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല, കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം അത് സത്യമല്ലേ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഈയിടെ പറഞ്ഞ ഒരു കമൻറ്റ് ഇന്നലെ എന്നോട് മണിക്കൂട്ടം പറഞ്ഞു, കമ്പനി ആക്ടിന് പ്രകാരമുള്ള പോരാട്ടമൊക്കെ നടക്കട്ടെ, പക്ഷേ മന്നത്ത് ആചാര്യൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവേണ്ടത്. അത് പൊതു സ്വത്താണ്, അതിനുവേണ്ടി പോരാടണം എന്ന് പറഞ്ഞു. വളരെ ശരി. ഞാനിപ്പോൾ എനിക്കും പറയാനുള്ള അതേ ഉള്ളൂ. മന്നത്ത് ആചാര്യനെ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ ജനങ്ങൾക്ക് കാണാൻ ലോകത്തെവിടെയുമുള്ള നായർ, വേറത്തെ ഇത് മണ്ടത്തറയില് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡൽഹി നായരും ബോംബെ നായരും ഒന്നുമില്ല. മന്നത്ത് ആചാര്യൻ ഇത് രജിസ്റ്റർ ചെയ്ത ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അന്ന് ഇന്ത്യൻ കമ്പനി ആക്ടേ ഉള്ളൂ. ഇന്ത്യൻ കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് അവിടെ കിടപ്പുണ്ടത്, രജിസ്റ്റർ ചെയ്തായിട്ട് റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആ ആക്ട് പ്രകാരം ഡൽഹിയിലുള്ള നായർക്ക് ഇതിനകത്ത് കാര്യമുണ്ട്. ഇന്ത്യ മുഴുവൻ വന്ന ബ്രിട്ടീഷുകാരത് ഒറ്റതേ ഉള്ളൂ, പിന്നെ കേരളം രൂപീകരിച്ചെന്ന അതിനുശേഷമല്ലേ കേരളത്തിലെ ആക്ടൊക്കെ വരുന്നത്. ഇതൊക്കെ ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. NSSനെതിരെ കേസ് കൊടുക്കുന്നു, NSSനെതിരെ കേസ് കൊടുക്കുന്നു. പലരും എന്നോട് ചോദിച്ചു, ഭൂരിപക്ഷം ഉണ്ടായിട്ടും യൂണിയൻ പിരിച്ചുവിട്ട് നിങ്ങളെന്താ കേസ് കൊടുക്കാത്തത്? NSSന് കേസ് കൊടുത്തു, എതിരെ കേസ് കൊടുത്തു എന്നുള്ള ചെയ്ത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിടാ NSSന് എതിരെ നിൽക്കരുത്. ഞാൻ NSSനെതിരെ നിൽക്കത്തില്ല. ഞാൻ NSSൻ്റെ കൂടെ നിൽക്കും, NSSനകത്ത് നിൽക്കും. തെറ്റുകളെ തിരുത്താനുള്ള പോരാട്ടത്തിൽ ആരൊക്കെ രംഗത്തുണ്ടോ അവരോടൊപ്പം ഞാനുണ്ടാവും എന്ന് ഉറപ്പിച്ചു പറയാം. ഈ തെറ്റുകളെ തിരുത്തി തന്നെ ആകണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.